ഹലോ എവരി വൺ, പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റും അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതും ഇറാനിലെ എണ്ണപ്പാടങ്ങൾ നിന്ന് കത്തുന്നതുമൊക്കെ എല്ലാ വീഡിയോസിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം രൂപപ്പെടുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷനും ക്രൂഡ് ഓയിൽ വില വർധനവും ഇന്ത്യയുടെ എക്കണോമിയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്കറിയാം, ഇന്ത്യ അതിൻ്റെ എണ്ണ ഉപഭോഗത്തിൻ്റെ 80% ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാനിൽ എണ്ണ ഉൽപ്പാദനം കുറയുകയും എന്നാൽ ഡിമാൻഡ് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്താൽ സ്വാഭാവികമായും അത് ക്രൂഡ് ഓയിലിൻ്റെ വില വർധനവിന് കാരണമാകും. ഇത് ഇന്ത്യയിൽ ഇറക്കുമതി ചെലവ്, വ്യാപാര കമ്മി തുടങ്ങിയവ കൂട്ടുന്നതിനും ഇന്ത്യയുടെ ഡോളർ ശേഖരം കുറയുന്നതിനും ഇടയാക്കുന്നു. ഈ ഒരു വിലവർധനവിന് പ്രധാന കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം തടസ്സപ്പെടുന്നതാണ്. ലോകത്തിലെ മൊത്ത എണ്ണ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്നത് ഈ കടലിടുക്ക് വഴിയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $74 വരെ ഉയർന്നത് നാം കണ്ടതാണ്. എന്നിരുന്നാലും ഇന്നലെ കാര്യമായ വിലവർധനവ് ഉണ്ടാകാതിരുന്നത് വിപണിയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. ഇനി ഏതൊക്കെ ഇന്ത്യൻ കമ്പനികളെയാണ് ഈ ഒരു വിലവർധനവ് സാരമായി ബാധിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഈ ആഴ്ചയിലെ ആദ്യ വ്യാപാര ദിനമായ ഇന്നലെ നിഫ്റ്റി ഒരു ബുള്ളിഷ് മൊമെൻ്റമാണ് കാണിച്ചത്. 24,946 നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ സപ്പോർട്ട് 24,400 മുതൽ 24,550 വരെയും റെസിസ്റ്റൻസ് 25,000 മുതൽ 25,150 വരെയുമാണ്. ഇനി ഈ കോൺഫ്ലിക്റ്റ് ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓയിൽ റിലേറ്റഡ് കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികളെയാവും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതലായി ബാധിക്കുക. ക്രൂഡ് ഓയിലിൻ്റെ വില ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ നല്ല രീതിയിൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ അവയുടെ ഓഹരി വിലയിലും ചേഞ്ചസ് പ്രതീക്ഷിക്കാം. ക്രൂഡ് ഓയിലിൻ്റെ വില $75 ആയാൽ പോലും ഇന്ത്യൻ GDPയുടെ 1.1% ആയിരുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് 1.3% ആയി ഉയരുമെന്ന് എക്സ്പേർട്സ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇതും ഇന്ത്യയുടെ മൊത്ത വ്യാപാര കമ്മി കൂട്ടാൻ ഇടയാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ഫാർമ, FMCG പോലെയുള്ള ഡിഫൻസീവ് സെക്ടറുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ തന്നെ സെക്ടർ സ്പെസിഫിക്കായും സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള പൊസിഷണൽ ട്രേഡുകൾ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള സ്റ്റോക്കുകളെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള ഇൻഡസ്ട്രി അനാലിസിസിനും സെക്ടർ അനാലിസിസിനും കൂടുതൽ റെക്കമെൻഡേഷൻസുമായി ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.